നമസ്കാരം. എൻ്റെ പേര് അർജുൻ. ഞാൻ കൊലൈ സ്വദേശിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ രാജൻ സാറിന്റെ മകനാണ്. നോബൽ സാർ പറഞ്ഞ പോലെ വിപ്രോ എന്നൊരു കമ്പനിയിലായിരുന്നു. അത് കഴിഞ്ഞ് RCM എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് സജീവമായിട്ട് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ള വിഷയം, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആക്ഷൻ പ്ലാൻ ആണ്. ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യത്തിനെ ആക്ഷനിലൂടെ എങ്ങനെ അതിലേക്ക് എത്താം, ഏതൊക്കെ തരത്തിലുള്ള ആക്ഷൻ ആണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിലേക്ക് നമുക്ക് ചെല്ലാൻ ഏറ്റവും കൂടുതൽ സഹായകരമാവുന്നത്, അതിനാണ് ആക്ഷൻ പ്ലാൻ എന്ന് പറയാം. ഈ ആക്ഷൻ പ്ലാൻ ഞാൻ ഇന്നത്തെ സ്ലൈഡ് പ്രസന്റേഷൻ 3 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ബിഗിനേഴ്സ്, അതായത് RCM ആയിട്ട് പുതിയതായി വന്ന വ്യക്തിത്വങ്ങൾ. 2, കുറച്ച് നാളായിട്ട് RCM സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് അവർക്ക് നേടിക്കിട്ടി, അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഇന്റർമീഡിയറ്റ് എന്ന് പറയും. 3ാമതാണ് അഡ്വാൻസ്, അതായത് ഇപ്പോൾ ഒരു ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ. ഇവര് 3 പേർക്കും എത്തരത്തിലുള്ള ആക്ഷൻ പ്ലാൻ ആണ് വേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് പ്രസന്റേഷനിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഇനി നമുക്ക് ആക്ഷൻ പ്ലാനിലേക്ക് കിടക്കാം. ഞാൻ അതിന്റെ അടിയിൽ ചെറിയ രീതിയിൽ ഒരു സമ്മറി എഴുതിയിട്ടുണ്ട്. എ ഡീറ്റെയിൽ പ്ലാൻ ഔട്ട്ലൈനിങ് ആക്ഷൻ നീഡഡ് ടു റീച്ച് 1 or more ഗോൾസ്. അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന 1-ൽ കൂടുതൽ ഗോളുകൾ. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു സെപ്റ്റംബർ എന്നുള്ളത് ഒരു ടാർഗറ്റ് മന്ത് ആണ്. നമ്മുടെ പേഴ്സണൽ ഒരു ഗോൾ ഉണ്ടായിരിക്കും, കമ്പനി വക തരുന്ന ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഈ 2 ഗോളും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്ലാൻ, എങ്ങനെ ഈ 2ലേക്കും എത്താം, അതിന്റെ ഒരു പ്രോപ്പർ ഔട്ട്ലൈൻ, അതെങ്ങനെയൊക്കെ എത്തിക്കാം, അതാണ് നമുക്ക് ആക്ഷൻ പ്ലാനിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇത് 3 ഡിവിഷൻ ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേതാണ് ബിഗിനർ, അതായത് പുതിയതായിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന ഒരു വ്യക്തിത്വം. ഇതിനെ പറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞു വരുന്നു. RCM എന്താണ്, RCMന്റെ ഉറവിടം എന്താണ് ഈ ബിസിനസിന്റെ സാധ്യത, നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് മനസ്സിലാക്കി വരുന്നു. എന്തെങ്കിലും ഒക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത്തരം ആൾക്കാരെ നമ്മൾ ബിഗിനർ എന്ന് പറയും. അവരവരുടെ ഫസ്റ്റ് ഫേസിലാണ്. ഇത്തരം ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്, ആദ്യത്തെ, fall in love with your products, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ. നമ്മൾ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നുണ്ട്, ഇതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്, RCM എന്നൊരു ബിസിനസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 100% പ്രൊഡക്റ്റീവ്സ് ആണ്. ആ പ്രൊഡക്റ്റീവ്സ് മാത്രം പോരാ, അത് ഉപയോഗിച്ച് അതിനെപ്പറ്റി പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങളോട് നമുക്കൊരു സ്നേഹം തോന്നുന്നു. പല മീറ്റിങ്ങുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് ഒരുപാട് വിശേഷങ്ങൾ, അതിലത്തെ അനുഭവങ്ങൾ പലരും പങ്കിട്ടുകൊണ്ട്. ഇന്നലെ നമുക്ക് മീറ്റിംഗിൽ ഉണ്ടായ മധുസാർ അടക്കം ഓരോ ഉൽപ്പന്നങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇമോഷണൽ ആവുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിനോട് അവരോടുള്ള ലവ് ആണ്. സോ fall in love with your products. നിങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിനോട്, നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ കാണിക്കുന്ന അതേ സ്നേഹം നിങ്ങൾ ഉൽപ്പന്നങ്ങളോട് കാണിക്കുക. അങ്ങനെ ഉൽപ്പന്നങ്ങളോട് നിങ്ങൾ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഉൽപ്പന്നം സെല് ചെയ്യേണ്ടി വരില്ല. അതാണ് എന്റെ സെക്കൻഡ് പോയിന്റ്. ടെൽ അറ്റ്ലീസ്റ്റ് 5 people in a week why you love the product. നിങ്ങൾ എന്തുകൊണ്ട് ആ ഉൽപ്പന്നം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അവിടെ വിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു നല്ല സിനിമ കണ്ടു, നിങ്ങളുടെ മനസ്സിലത് ആഴത്തിൽ പതിഞ്ഞു, നിങ്ങൾ മറ്റൊരാളോട് അത് പറയുന്നത് എന്തുകൊണ്ടാണ്, ആ സിനിമ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമായുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിന്റെ ആക്ടിങ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങളെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഈ ഉൽപ്പന്നം കയറി വരും. അത് മറിച്ച് ഇത് ഞാൻ ചെയ്യണമല്ലോ, ഇതൊരു പ്ലാൻ ആണ്, ഞാനിത് അടുത്ത പഠിച്ച് പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ ആക്ഷൻ ആയിരിക്കും. നിങ്ങൾ ഉൽപ്പന്നത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരാളോട് അത് പറയുമ്പോൾ അതിലൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് മണി ആയി പോകും. മണി വരും, അത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ദ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുക. അതിൽ നമുക്ക് വിശ്വാസം കൊണ്ടുവരിക, അതിന്റെ ഒപ്പം അതിനോടൊരു സ്നേഹം കൊണ്ടുവരും. ആ സ്നേഹമാണ് നമ്മൾ മറ്റൊരാളോട് കാണിക്കേണ്ടത്. ടെൽ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ ഒരു 5 പേരോട് നിങ്ങൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളെ പറ്റിയിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചു, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, എന്താ അതിന്റെ ടേസ്റ്റ്, സാധാരണ മുളക് പൊടിയോ പോലെയല്ല, കുറച്ചിട്ടാൽ മതി, സാധാരണ ഉപ്പ് പോലെയല്ല, നല്ലൊരു കുറച്ചിട്ടാൽ മതി. അങ്ങനെ അതിൻ്റെതായ രീതിയിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉൽപ്പന്നത്തെ പറ്റിയിട്ട് ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലിരിക്കുന്ന ആളായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, അകന്ന ബന്ധുക്കളായിരിക്കാം, കസിൻസ് ആയിരിക്കാം, നൈബേഴ്സ് ആയിരിക്കാം. ഇവരോടൊക്കെ എന്തെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഒരു ടോപ്പിക് കിട്ടുമ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കും. ആസ്ക് 5 people to try it for themselves. ഈ പറഞ്ഞ 5 പേരോട് അതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയും. ഞാൻ ഇന്നൊരു സാധനം ഉപയോഗിച്ചു, നിങ്ങളൊന്ന് ഉപയോഗിച്ചു, എന്നിട്ട് അടുത്ത ആഴ്ച നീ പറ എങ്ങനെയുണ്ട് എന്ന്. അതുള്ളത് നിങ്ങളൊരു സിനിമ കണ്ട് നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു, അദ്ദേഹത്തിന് ആ സിനിമ ഇഷ്ടമായി നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാരണമാണ് അദ്ദേഹം സിനിമ കണ്ടെന്നുള്ളൊരു സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാരി വാങ്ങി, നല്ല സാരി, നല്ല സെലക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അവര് പോയി കടയിൽ ചെന്ന് നല്ലൊരു സാരി വാങ്ങി, നീ പറഞ്ഞത് ശരിയാട്ടോ, നല്ല സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും സന്തോഷം, അത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം, നമ്മൾ കാരണം ഒരാൾ സാരി മേടിച്ചു.
പക്ഷെ നമ്മുടെ പോക്കറ്റിലേക്ക് ഒന്നും വരുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് വരും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുക, അതിനെ ഇഷ്ടപ്പെടുക, അത് ഡെയിലി ഒരു ആളെ വെച്ച് പറയാം. ഒരാഴ്ചയിൽ 5 ദിവസം, 7 ദിവസം ഒന്നും ഞാൻ പറയില്ല, 5 ദിവസം ഓരോ ദിവസം ഒരാളോട് പറയാം. അങ്ങനെ ഒരാഴ്ചയിൽ 5 പേരോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നത്തെ പറ്റി ഇഷ്ടമുള്ളത് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരോട് അടുത്ത ആഴ്ച ഒരു സാമ്പിൾ കൊടുത്തിട്ട് പറയാം, നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക്, അടുത്ത ആഴ്ച എന്നിട്ട് എന്നോട് പറയാം എങ്ങനെയുണ്ട് അതിന്റെ ഫീഡ്ബാക്ക്. ഈ ചെറിയൊരു പോപ്പുലർ ടീയുടെ ഒരു സാഷെ പാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് പറയാം നീ ഇത് ചായ ഉണ്ടാക്കി കുടിച്ചു നോക്ക്, എങ്ങനെയുണ്ട് എന്ന് അടുത്ത ആഴ്ച എന്നോട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു ഉന്മേഷമുണ്ട്, നല്ലൊരു ഉണർവുണ്ട്. പക്ഷെ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ബിസിനസ് ആഴത്തിൽ പതിഞ്ഞിരിക്കും. അതിനെന്താ വേണ്ടേ? ഉൽപ്പന്നങ്ങൾ നിങ്ങൾ അത്ര അധികം സ്നേഹിക്കണം. ഇതാണ് ഒരു ബിഗിനറിന്റെ. ഇനി അത് കഴിഞ്ഞു, അദ്ദേഹത്തിന് ആ ഉൽപ്പന്നങ്ങൾ കൊടുത്തു, ഫീഡ്ബാക്ക് കിട്ടി, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഫോളോ യുവർ കമ്പനി സിസ്റ്റം ഫോർ 6 months. ഏതൊരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പതുക്കെ പതുക്കെ നമ്മുടെ ഹോബിയാവും. നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിലെ പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, ഇന്ന് കേരളത്തിലെ പ്രോമിനന്റ് ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സും ഇന്ന് ഇത്രയും വലിയൊരു ലെവലിലേക്ക് എത്തിയത് അവര് ചെയ്യുന്നത് ബിസിനസ് അല്ല, അവരവരുടെ ഹോബിയാണ് ചെയ്യുന്നത്. കാരണം ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഒരു ഹോബിയാവും. നിങ്ങളൊരു വർക്ക് ചെയ്യുന്നൊരു ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെല്ലുന്നു, നിങ്ങൾ ചെന്ന ആരും നിങ്ങളോട് പറഞ്ഞു തരില്ല കമ്പ്യൂട്ടർ ഇവിടെ കുത്തണം, ഈ പ്ലഗ് ഇവിടെ കുത്തണം, ഇതാണ്. അതൊക്കെ ഒരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ ആണ്. വരും, കുത്തും, ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന ഒരാളാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം, ഒരു ആക്ഷൻ ഉണ്ട്, അത് നമുക്ക് അറിയാൻ പറ്റും. ചില സമയങ്ങളിൽ നമ്മൾ ദൂരയാത്ര കഴിഞ്ഞൊരു ചില വഴികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെത്തുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ എന്തൊക്കെ ആലോചിച്ചിട്ടാ വന്നേ, ഞാൻ കറക്റ്റ് ആയിട്ടാണോ ഗിയർ ഇട്ടേ എന്നുള്ളതൊക്കെ. പക്ഷെ അതൊരു ഓട്ടോമാറ്റിക് മെക്കാനിസം ആണ്, അത് ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അതിനെയാണ് നമ്മൾ ഹോബി എന്ന് പറയാം. അപ്പോൾ ഒരു കമ്പനിയുടെ സിസ്റ്റം നമ്മൾ ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടും, എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ധാരണ കിട്ടും. പലപ്പോഴും ആൾക്കാർക്ക് ഇല്ലാത്ത പോണതും ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹോബി അല്ല, അത് അവർ ആരുടെയൊക്കെയോ നിർബന്ധം കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു ഹോബിയാവും. അടുത്ത പോയിന്റ്, ഫൈൻഡ് യുവർ ഫ്ലോ ആൻഡ് ഡു വാട്ട് വർക്ക്സ് ഫോർ യു. ഫൈൻഡ് യുവർ ഫ്ലോ എന്ന് പറയുന്നത്, നമുക്ക് 4 തരത്തിലുള്ള വരുമാന മാർഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിൽ കൺസ്യൂമർ ആവാം, അല്ലെങ്കിൽ നമുക്ക് സെയിൽസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ബിസിനസ് നെറ്റ്വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 4 തരത്തിലുള്ള വരുമാന മാർഗം തരുന്ന ഒരു കമ്പനിയാണ് നമ്മുടേത്. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? വേണമെങ്കിൽ 2 കൂടി ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, സെയിൽ ചെയ്യാം, ഷോപ്പ് ഇടാം, സെയിൽ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഫ്ലോ എന്താണ്, നമ്മൾ ഏതിലാണ് ഏറ്റവും അഗ്രഗണ്യനായിരിക്കുന്നത്, ഏതിലാണ് നമുക്ക് കൂടുതൽ എഫിഷ്യൻസി, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു വർക്ക് അത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ സെറ്റ് ഗോൾസ് ആൻഡ് ക്രിയേറ്റ് പ്ലാൻ ഫോർ ഗ്രോത്ത്. അതായത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു, അതായത് ഈ ഒരു 6 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹോബി ആയിട്ട് മാറും. അങ്ങനെ ഹോബി ആയിട്ട് മാറുമ്പോൾ നമുക്ക് വർക്കിനൊരു ഫ്ലോ വരും. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്ന് ഒരു പടി മുന്നിലോട്ട് നമുക്ക് പോകാൻ ആഗ്രഹം വരും. ചെറിയ ഗോളാണെങ്കിലും ആ ഗോള് എത്രത്തോളം വളർച്ച നമുക്ക് തരാൻ പറ്റും, അത് എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കുറച്ച് ഗോളുകൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഗോളിലേക്ക് എത്താനുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഞാനിപ്പോ ഈ ആഴ്ച 5 പേരോട് പറയുന്നതിന് പകരം ഞാനൊരു 7 പേരോട് പറഞ്ഞു, ഒരു 8 പേരോട് പറഞ്ഞു, ഒരു 10 പേരോട് പറഞ്ഞു, അങ്ങനെ 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 അത് പതുക്കെ പതുക്കെ കൂട്ടി വരിക. ലാസ്റ്റ് പോയിന്റ്, ഷെയർ വെർച്വലി വിത്ത് സോഷ്യൽ മീഡിയ. നമുക്ക് എല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ്, യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയാസ് ആണ്. പലപ്പോഴും ഒരു ചെറിയ കൂട്ടത്തിലേക്കാളും വളരെ വ്യാപകമായ ഒരു റിസൾട്ട് നമുക്ക് ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് വഴി കിട്ടും. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് പുതിയ ലേറ്റസ്റ്റ് നമുക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ആയി, ഇപ്പൊ പഞ്ചതുളസി ലോഞ്ച് ആയി. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസ് ഇടും. അപ്പൊ പലരും നമ്മളോട് ചോദിച്ചു വരും ഇത് എന്താണെന്ന്. അതുപോലെ ഫേസ്ബുക്കിൽ സ്റ്റോറികളുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം, നമുക്ക് വാട്സാപ്പിൽ നമുക്ക് മെസ്സേജുകൾ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലാക്കിയിട്ട് നമുക്ക് മെസ്സേജുകൾ വിടാം, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സ്റ്റോറീസ് ഇടാം. അപ്പോൾ ഇതുമല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ഈ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് ഇതാണ് കമ്പനിയുടെ പുതിയ ഉൽപ്പന്നം, ഇത് ഇത്ര രൂപയ്ക്ക് ലഭ്യമാണ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിനെ പെട്ടെന്ന് എത്തും. റീസെന്റ് ഡോക്ടർ രാജൻ സാറിന് തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി വിളിച്ച് ചോദിച്ചു, ജോൺ ജോസഫ് സാറിന്റെ ഒരു പ്രോഗ്രാം കണ്ടിട്ട്, യൂട്യൂബ് ചാനലിലെ പ്രോഗ്രാം കണ്ടിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി ജോൺ ജോസഫ് സാറിനെ വിളിച്ച് ചോദിച്ച് രാജൻ സാറായിട്ട് കണക്റ്റഡ് ആയി. സോ അത് അത്രയും ദൂരേക്ക് വരെ എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ ബിസിനസ് ആയിട്ട് യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി യാദൃശികമായിട്ട് ആ ലിങ്കിൽ കയറി ആ വീഡിയോ കണ്ടു, നമ്മുടെ ഡയമണ്ട് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു വീഡിയോ കണ്ട് അത് ജോൺ സാറിനെ കോൺടാക്ട് ചെയ്യുക ചെയ്തത്. സോ ഇതാണ്
സോഷ്യലി നമ്മൾ അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ യൂസ്. അതുകൊണ്ട് തന്നെ ഇപ്പോ അറ്റ് പ്രസന്റ് ഈ ഗ്രൂപ്പിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഇല്ലാത്ത ആൾക്കാരോട് എനിക്കൊരു കാര്യം പ്രത്യേകം കമ്പൾസറി ആയിട്ട് പറയാനുള്ളത്, ഇനി വരുന്ന കാലഘട്ടം എന്നുള്ളത് ഡിജിറ്റൽ യുഗമാണ്. ഈ ബിസിനസിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ഈ സൊസൈറ്റിയിൽ മൊത്തത്തിൽ മുന്നേറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റലി ആയേ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ വാട്സാപ്പ് ഇല്ലാത്തൊരു വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇല്ലാത്തൊരു ഫേസ്ബുക്ക് എടുക്കുക. കാരണം ഇതും ഒരു ബിസിനസ് ടൂളാണ്. സോ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഈ തരത്തിലെ ആക്ഷൻ പ്ലാനുകളാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ 100% ഉപയോഗിക്കുക. അതായിട്ട് നല്ല ഒരു ആത്മബന്ധം വരുത്തുക. ടെൽ അറ്റ്ലീസ്റ്റ് 5 people. ഒരാഴ്ചയിൽ 5 പേരോടെങ്കിലും മിനിമം പറയാം. അവർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുക, ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക, ഫീഡ്ബാക്ക് തരാൻ പറയാം. അത് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് അതിൽ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഫോളോ യുവർ കമ്പനി സിസ്റ്റം ഫോർ 6 months. 6 മാസത്തേക്ക് കമ്പനി സിസ്റ്റം തന്നെ വീണ്ടും വീണ്ടും ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഹോബി ആവുന്നത് വരെ. ഫൈൻഡ് യുവർ ഫ്ലോ. അതായത് നിങ്ങൾ ഏത് തരത്തിലുള്ള രീതിയിലാണ് ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കണ്ടെത്ത്, അത് നല്ല രീതിയിൽ ചെയ്യുക. ഗോളുകൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ലാസ്റ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സജീവമായിട്ട് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ്, അതായത് ഈ ബിസിനസ്സിൽ വന്ന് കുറച്ച് കാലമായി ഒരു വൈറ്റൽ ലെവലിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, അവരെന്തൊക്കെയാണ് ഈ ബിസിനസ് കുറച്ചും കൂടി അടുത്ത ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? അതിൽ ആദ്യത്തെയാണ് ഡിസ്പ്ലേ ബോർഡ്. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ നമ്മൾ ഡിസ്പ്ലേ ബോർഡ് സെറ്റ് ചെയ്യായിരുന്നു, ലീഡേഴ്സിനെ വിളിക്കും, ചെറിയ രീതിയിൽ ഒരു സ്റ്റോക്ക് നമ്മൾ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ ഇപ്പൊ കമ്പനി ആയിട്ട് തന്നെ നമുക്ക് അതിനെ കുറച്ചും കൂടി വലുതാക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് തൊട്ടടുത്തുള്ള PUCയിൽ നിന്ന് നമുക്ക് 10,000 and above എമൗണ്ടിൽ നമുക്ക് സ്റ്റോക്ക് എടുത്ത് വീട്ടിൽ വെച്ച് അത് സെല് ചെയ്യാം, അത് ബില്ലടിച്ചുകൊണ്ട് സെല് ചെയ്യാം. സോ അത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഡിസ്പ്ലേ ബോളാണ് നമ്മളിപ്പോ കേന്ദ്രീകരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ബോളിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബിസിനസ് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളിൽ ഇത് കൂടുതൽ വ്യാപിക്കുക. ഇപ്പൊ പല ഏരിയകളിലുണ്ട്, പല ആൾക്കാരും ആദ്യം പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു കട ഭയങ്കര ദൂരമാണ്, അവിടെ പോയി ഉൽപ്പന്നങ്ങൾ മേടിക്കണം, അത് എക്സ്ട്രാ കോസ്റ്റ് ആണ് എന്നുള്ളതാണ്. പക്ഷെ ഡിസ്പ്ലേ ബോളിലൂടെ നമുക്ക് എല്ലായിടത്തേക്കും ഇത് പെട്ടെന്ന് എത്തിക്കാം. അതായത് ഒരു 4G 5G സ്പീഡിൽ തന്നെ നിങ്ങളുടെ അയൽവക്കത്ത് ഈ ബിസിനസ് നമുക്ക് പടർത്താൻ പറ്റും. അങ്ങനെ ഒരു കംപ്ലീറ്റ് നെറ്റ്വർക്ക് ആവും. ഇന്ന് നമ്മുടെ ലോകത്ത് കാണുന്നത് അത്തരത്തിലൊരു നെറ്റ്വർക്ക് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് എടുത്താലും അല്ലെങ്കിൽ വാട്സാപ്പ് എടുത്താലും ലോകത്തിലെ പല കോർണറുകളിലുള്ള ആൾക്കാർ കൂടി കണക്ട് ആവുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. അത്തരത്തിലൊരു പ്ലാറ്റ്ഫോമാണ് ഡിസ്പ്ലേ ബോൾ. അതായത് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഏത് ലോക്കൽ ഏരിയകളിലാണെങ്കിലും, അതായത് ഭയങ്കര റൂറൽ ആയിട്ടുള്ള ഏരിയകൾ, അധികം സിഗ്നൽ ഇല്ലാത്ത ഏരിയകൾ, അത്തരത്തിലുള്ള ഏരിയകളിലേക്കൊക്കെ ഇത് വ്യാപിക്കാൻ ഡിസ്പ്ലേ ബോൾ ഒരുപാട് സഹായകരമാകും. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡിസ്പ്ലേ ബോൾ ആണ്. 2, ഹോം മീറ്റിംഗ്. ഹോം മീറ്റിംഗ് ആണ് ഈ ബിസിനസിന്റെ ബേസ്. അതായത് ഒരു കൂട്ടം 10 or 15 പേര്, അത്രയും വേണമെന്നില്ല, 6 or 7 ആയാലും മതി. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു ഏരിയയിൽ ചെറിയ രീതിയിൽ ഒരു മീറ്റിംഗ് വെക്കുക, അവരോട് കാര്യങ്ങൾ പറയുക. അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസിനെ പറ്റിയിട്ട് നമ്മുടെ അറിവും കൂടും, ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസും നമുക്ക് ഉണ്ടാവും. ഹോം മീറ്റിംഗ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. കാരണം 1-on-1 മീറ്റിംഗിൽ നിങ്ങൾക്ക് ഒരാൾക്ക് പറയുന്ന നേരം 1 മണിക്കൂർ 1.5 മണിക്കൂർ നിങ്ങൾ ഒരാളെ ഇരുത്തി ഈ ബിസിനസ് പറയും. അതേ കാര്യം തന്നെ ഒരു 5-6 പേരോട് ഒരുമിച്ച് പറയാൻ പറഞ്ഞാൽ അത് കുറച്ചും കൂടി കളക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ ഹോം മീറ്റിംഗുകൾ എപ്പോഴും ചെറുതായാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതാണെങ്കിൽ അത്രയധികം റിസൾട്ട് ഉണ്ടാവും. കാരണം ഒരു കുഞ്ഞ ഓഡിയൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ഒരു ബൾക്കി ഓഡിയൻസ് ആണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മുടെ കണ്ണെത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു 5-6 പേരാണ് നിങ്ങൾ വിളിച്ചിട്ട് വന്നുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കരുത്. അതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക. അപ്പോ പലപ്പോഴും പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹോം മീറ്റിംഗ് വെച്ചു പക്ഷെ അധികം ആൾക്കാർ വന്നില്ല, അതുകൊണ്ട് ഇനി എനിക്കത് ഹോം മീറ്റിംഗ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. ഒരിക്കലും പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുകയാണ് വേണ്ടത്. കാരണം അവിടെ എന്ന് പറയുമ്പോൾ ഒരു ബൾക്കായിട്ടുള്ള ഓഡിയൻസിൽ അങ്ങനെ ചെറുത് കയറി തരണം. പിന്നെ അവിടെ നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വലിയ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് മറ്റൊരാളെ റെക്ടിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥ വരും, തിരുത്തുന്ന ഒരു അവസ്ഥ വരും. അതിനേക്കാളും നല്ലത് ചെറിയ സദസ്സിൽ പ്രാക്ടീസ് ചെയ്യാണ്. ഒരു 5 പേരോ അല്ലെങ്കിൽ ഒരു 4 പേരോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം അവിടെ എനിക്ക് ആ 4 പേരിലേക്കും ഇൻഡിവിജ്വലി എത്തിക്കാൻ പറ്റും ഈ ആശയം. ഇതിനൊപ്പം തന്നെ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കൂടും. അപ്പൊ അടുത്ത വട്ടം ഒരു 5ാമത്തെ ഒരാൾ വന്ന കുഴപ്പമില്ല, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വീണ്ടും ഒരാൾ വന്നാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ പടിയായിട്ട് നമ്മൾ കയറി പോകണം. അപ്പൊ ഹോം മീറ്റിംഗ് ആണ് ഈ ബിസിനസിന്റെ ബേസ്. അത് ഒരിക്കലും നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. ഇന്നൊരു ഹോം മീറ്റിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അത് ഇന്ന് തന്നെ എടുക്കണം. അല്ലാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേക കാരണങ്ങൾ ഉണ്ടാവാം അത് പറ്റാത്തതിന്, പക്ഷെ അതൊന്നും കണക്കിലെടുക്കേണ്ട. അതല്ലാതെ
നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ അതല്ലാത്തൊരു സാഹചര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോലും യാതൊരു കാരണവശാലും അത് പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. കാരണം ഹോം മീറ്റിംഗുകൾ ആണ് ഈ ബിസിനസിന്റെ ജീവാത്മാവ്. പേഴ്സണൽ ടാർഗറ്റ്, അതായത് നമ്മളായിട്ട് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡയമണ്ട് ക്ലബ് എന്നുള്ളത്. അപ്പോൾ അത് എല്ലാവരും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ ഒരു പടി സ്പീഡിൽ എത്തിക്കാൻ പറ്റുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ വീടുകളിൽ ആദ്യം 2G ഒക്കെയാണ്, 3G ഒക്കെയാണ് നെറ്റ്വർക്ക് ഉപയോഗിച്ചത്. പക്ഷെ നെറ്റ് അത്ര സ്ട്രോങ് അല്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സ്ട്രോങ് അല്ലാതെ ആവുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും. ഇപ്പൊ പോരാത്തതിന് ഇപ്പൊ ഭയങ്കര ഹെവി ട്രാഫിക് ആണ്, ആൾക്കാരെല്ലാവരും നെറ്റ് ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് അത്രത്തോളം സ്പീഡ് കിട്ടുന്നില്ല. അപ്പോഴാണ് 4G എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അപ്പൊ ഈ 4G ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഈ ഡയമണ്ട് ക്ലബ് എന്നുള്ളത് നമ്മളെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ആശയം എല്ലാവരും കമ്പൽസറി ആയിട്ട്, കാരണം നിങ്ങൾ എല്ലാവരും ഈ ബിസിനസ്സിൽ വന്ന് കുറച്ച് പരിചയമായ ആൾക്കാരാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം അത് അത്ര വലിയൊരു ടാർഗറ്റ് അല്ല. നാലാമത് കമ്പനി ടാർഗറ്റ്. ഇതിന് പുറമെ കമ്പനി തരുന്ന ടാർഗറ്റ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂട്രിചാർജിന്റെ പല ടാർഗറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്നും കൂടി 10,000 BV ഡിസ്പ്ലേ വാൾ എന്ന സ്വന്തം ഐഡിയയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാൾ ക്ലോക്ക് സമ്മാനമായിട്ട് തന്നെ കമ്പനി പറയുന്നുണ്ട്. അപ്പൊ അത്തരം ടാർഗറ്റുകൾ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ വാൾ ക്ലോക്ക് എന്നുള്ളത് നമുക്ക് വലിയൊരു സംഭവമായിട്ട് ചിലപ്പോൾ തോന്നിയത് വരില്ല, ചിലപ്പോൾ പലർക്കും തോന്നിയത് വരില്ല. പക്ഷേ ആ 10,000 BV നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിന് അനുഭാവികമായിട്ടുള്ള ഒരു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരും. അതാണ് കാശ്. സോ അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ബിസിനസിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളാണ് കമ്പനി എടുക്കുന്നത്. അല്ലാതെ കമ്പനിക്ക് ഇതിൽ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വളർച്ച, അതാണ് കമ്പനിയുടെ വളർച്ച. നമ്മുടെ താഴെയുള്ള ഒരാൾ വളരുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ വളർന്നു കഴിഞ്ഞാൽ കമ്പനി വളരും. അത്തരത്തിലുള്ള ഒരു ഹയറാർക്കിയൽ സിസ്റ്റമാണ് ഈ RCM എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കമ്പനി തരുന്ന ഒരു ടാർഗറ്റ് പോലും ചെയ്യാതിരിക്കരുത്. പരമാവധി, ഞാൻ പറയുന്നത് പരമാവധി, ചിലപ്പോൾ അതിനുള്ള ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്തിരിക്കും. കാരണം അതും നിങ്ങളുടെ ടാർഗറ്റിന്റെ അടുത്ത്, പേഴ്സണൽ ടാർഗറ്റിലെ നിങ്ങൾ എത്തിക്കാൻ സഹായിക്കും. അഞ്ചാമത്താണ് പേഴ്സണൽ 1-on-1 മീറ്റിംഗ്. പലരും ചെയ്യാത്തൊരു കാര്യമാണ് 1-on-1 മീറ്റിംഗ്. ഇപ്പം യൂഷ്വലി എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വന്ന ആൾക്കാരൊക്കെ പൊതുവെ ഹോം മീറ്റിങ്ങുകളിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. 1-on-1 തീരെ പറയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. പറ്റാത്ത ആൾക്കാരെന്നല്ല, ഈ പറ്റില്ല എന്നുള്ളത് ഇവിടെയാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് നമ്മുടെ ലീഡർ പറയും, അപ്പൊ ലീഡറിനെ വിളിക്കും, ലീഡറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ലീഡർ വരും. ലീഡർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് തരും, എല്ലാ പിൻബലവും തരും. പക്ഷെ ഇതിൽ ഇൻഡിപെൻഡന്റ് ആവേണ്ടത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ്. നാളെ നിങ്ങളുടെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം വരുന്ന ഒരു ടീമിനെ നയിച്ചു കൊണ്ട് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് വേണം. ആ കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്തെടുക്കാത്തോളം കാലം നിങ്ങൾക്കും അത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പേഴ്സണൽ 1-on-1 മീറ്റിംഗ് എന്നാണ് നമ്മൾ ബേസ് തുടങ്ങേണ്ടത്. ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഹോം മീറ്റിംഗ് എടുക്കാനുള്ള ഒരു ധൈര്യമൊക്കെ വരും. എല്ലാ വട്ടവും നമ്മൾ ലീഡറിനെ ആശ്രയിക്കുമ്പോൾ ലീഡർ വളരും. ഡെഫിനറ്റ്ലി ലീഡറിന് അൺബൗണ്ട് ആയിട്ടുള്ള ഒരു തടസ്സമില്ലാത്ത രീതിയിൽ വലിയൊരു നോളജ് ലീഡറിന് ഓരോ വട്ടം ഹോം മീറ്റിംഗ് എടുക്കുമ്പോഴും കൈവരിക്കും. പക്ഷെ നിങ്ങളുടെ നോളജ് എവിടെ പോകും? നാളെ ഒരു ബസ്സിൽ വെച്ച് യാദൃശ്ചികമായിട്ട് ഒരു പ്രോസ്പെക്റ്റിനെ നിങ്ങൾ കണ്ടുമുട്ടി, നിങ്ങൾ വായിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്ലാൻ ബുക്ക് ഒക്കെ കണ്ടിട്ട് ആൾ ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കിട്ടിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവസരം കയ്യിൽ നിന്ന് പോയില്ലേ? നാളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരാളെ കണ്ടു, അദ്ദേഹം നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് ഇതിന് എന്താണ് ഇതിന്റെ ഐഡിയ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിച്ച് പോയില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ലീഡറിനെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഈ ബിസിനസ്സിൽ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ എനിക്ക് അങ്ങനെ പല ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ബിസിനസ് അധികം പഠിക്കാത്തൊരു സമയത്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഇഷ്ടം പോലെ കേസുകൾ എന്റെ ആദ്യത്തെ ഒരു 2 മാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ഒരാളെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ഓൾവേസ് എന്റെ ഫാദറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ എന്റെ മദറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. അപ്പൊ ആ ഡിപ്പെൻഡൻസി എന്റെ ബിസിനസിനെ ബാധിച്ചു തുടങ്ങി. കാരണം ഓരോ വട്ടം ഒരാളെ വിളിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യമല്ല. നമ്മൾ വളരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. നിങ്ങളൊരു ജോലിക്ക് പോയാലാണ് നിങ്ങൾക്ക് കാശ് കിട്ടുള്ളൂ. നിങ്ങൾ പകരം വേറൊരാൾ പോയി കഴിഞ്ഞാൽ അയാൾക്കാണ് കാശ് കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. സോ പേഴ്സണൽ 1-on-1 മീറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു അവസരം പോലും നിങ്ങൾ കളയരുത്. അത് 1-on-1 മീറ്റിംഗ് എല്ലാ പ്ലാനും നിങ്ങൾക്ക് ഒരു പക്ഷെ പറയാൻ പറ്റിയത് വരില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കണം. നാളെ അയാൾ വന്ന് ചോദിക്കില്ല നിങ്ങൾ എന്താ എന്നോട് മൊത്തം പറയാൻ എന്നുള്ളത്. കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്ത ടൈമിൽ അയാൾ വന്ന് ചോദിക്കുന്നേക്കാളും മുന്നേ നിങ്ങൾക്ക് ഇത് പഠിച്ചിരിക്കാൻ പറ്റണം, ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റണം. നിങ്ങൾ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് മറ്റൊരാളോട് പറഞ്ഞുകൊണ്ട്. കാരണം ഈ ബിസിനസിനെ പറ്റി ഒന്നും അറിയാത്ത ആളാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്.
നിങ്ങൾക്ക് അറിയുന്ന അറിവ് നിങ്ങൾ പങ്കുവെക്കുന്നു. നിങ്ങൾ അത് പങ്കുവെച്ച് നിങ്ങൾ പറയും, എനിക്ക് ഇപ്പൊ ഇത്രയാണ് എനിക്ക് ഇതിനെപ്പറ്റി കിട്ടിയൊരു ഐഡിയ, അത് ഞാൻ ഈ ഒരു ആശയം ഞാൻ പങ്കുവെച്ചു, ഇനി ഞാൻ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഇതായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാന്ന് പറയാം. അപ്പോൾ ഓരോ വട്ടം അത് പറയുമ്പോൾ നിങ്ങളത് തന്നെ പഠിച്ച് വരും. അതിന് നമ്മൾ മടിക്കരുത്. ഓക്കെ, അടുത്തതാണ് ആക്ടിവേറ്റ് ടെർമിനേറ്റഡ് ഐഡീസ്. അതായത് ഇപ്പൊ ടെർമിനേറ്റ് ആയി കിടക്കുന്നു. ഇപ്പൊ നമുക്ക് അറിയാം എല്ലാവരും ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് ഇങ്ങോട്ട് വന്ന് വാതില് കൊട്ടുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ടെർമിനേറ്റഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ വിളിച്ച് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ഇപ്പോ ഇതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കി കൊടുക്കണം. വൈ, എന്തുകൊണ്ട് നമ്മളിപ്പോ ചെയ്യണം? ഇപ്പൊ അറിയാം, ഇന്ന് ഇന്ത്യയുടെ GDP റേറ്റ് വളരെ കുറവാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 9.1% ഇന്ന് നിൽക്കുന്നത്. ഇതിന് പുറമെ കമ്പനികളിൽ ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒരുപാട് പേരുടെ ജോലികളിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, ഇത് ഈ ഒരു കൊല്ലത്തേക്ക് മാത്രമായിട്ടുള്ള ലിമിറ്റഡ് ഓഫർ ഒന്നല്ല. ഇനി 2021, 2022 ഇതിന്റെ ഭവിഷ്യത്ത്, ഇപ്പൊ ഉണ്ടായതിന്റെ ആഫ്റ്റർ എഫക്ട് ഇനി വരാൻ കിടക്കണല്ലോ. ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഇനി രൂക്ഷമാവാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരം ആൾക്കാരാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ്. കാരണം ടെർമിനേറ്റഡ് ഐഡീസ് പണ്ട് ഐഡി എടുത്ത ആൾക്കാർ ഇപ്പൊ ടെർമിനേറ്റ് ആയിട്ടുണ്ടാവും. ഈ RCMന്റെ വളർച്ച ആര് കണ്ടില്ലെങ്കിൽ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇതൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അവർക്ക്. അത്തരം ആൾക്കാരെ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യണം. നമ്മൾ മുന്നേ പറഞ്ഞ ആൾക്കാർ, പറഞ്ഞു കേൾക്കാത്ത ആൾക്കാർ, ഇപ്പോൾ ഐഡിന്നൊന്നും പർച്ചേസ് ചെയ്യാത്ത ആൾക്കാർ, ടെർമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ട്, അതായത് ചെറിയ രീതിയിലുള്ള പർച്ചേസ്, അത്തരം ആൾക്കാരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം, വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാം. ഇപ്പോഴത്തെ ഇത് ചെയ്യുന്നതിന്റെ അവിടെ ആവശ്യകതയാണ് പറയുന്നത്, എന്തുകൊണ്ട് ഇത് ചെയ്യണം. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമില്ല. നോബൽ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്റ്റെപ്പിനി വണ്ടിയിൽ കൊണ്ടുപോകുന്നത് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു ടയർ എക്സ്ട്രാ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാ. അതുപോലെ നമ്മൾ പലരും ഇത്ര കാലം, അതായത് ഈ 2020 വരെ ആരും നമ്മുടെ ലൈഫിന്റെ ഒരു സ്റ്റെപ്പിനി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതിന്റെ ഒരു ആവശ്യം നമുക്ക് മനസ്സിലാക്കും. അപ്പൊ എല്ലാവരും, നിങ്ങൾ ആരോട് സംസാരിക്കുകയാണെങ്കിലും എല്ലാവർക്കും എക്സ്ട്രാ ഇൻകം വേണം. എക്സ്ട്രാ ഇൻകം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ RCM വേണം, അത്രേ ഉള്ളൂ. അടുത്തത് ഹോം വിസിറ്റ് വിത്ത് ഫാമിലി. നിങ്ങൾ ഒരാളോട് പറഞ്ഞു, അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് വന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫാമിലിയെ കൂട്ടിയിട്ട് അവരെ കാണാൻ പോകും. നിങ്ങളുടെ വൈഫ് കൂട്ടിയിട്ട് കാണാൻ പോകും. കാരണം ഒരു ഫാമിലി ബിസിനസ് ആണെന്ന് പറയുമ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് കൂടും. നിങ്ങൾ ഒറ്റയ്ക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വൈഫ് ചിലപ്പോൾ അത്രത്തോളം അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. കാരണം അത് നമ്മൾ ഒരാളായിട്ടാണ് പോകുന്നത്, നമ്മൾ ഒരാളായിട്ട് കാണുന്നത്. പക്ഷെ നമ്മള് കുടുംബം അസോസിയേറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവുന്നുണ്ട്. ആ ട്രസ്റ്റ് ബിൽഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം വിസിറ്റ് വിത്ത് ഫാമിലി കമ്പൾസറി ആണ്. ആ ഒരു ഫോളോ അപ്പിന് പോകുമ്പോൾ നിങ്ങളെ ഫാമിലിനെ കൊണ്ടുപോകും. അപ്പൊ അതിൽ കുറച്ചും കൂടി ഒരു, കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മല്ലി, മുളക്, ഉപ്പ് ഇതിനെ പറ്റിയിട്ടൊന്നും ആണുങ്ങൾക്ക് പൊതുവെ അത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ സ്ത്രീകൾക്ക് അത് പറ്റും. അപ്പൊ ഒരു വീട്ടമ്മയ്ക്ക് ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടമ്മ ഇതിനെ അറിയണമെന്ന് വെച്ചാൽ അതിന് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ സഹായകരമാവുക. അപ്പൊ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ആയിട്ടൊരു ആള് വേണം. അതുകൊണ്ട് നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഇപ്പൊ അൺമാരീഡ് ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ അമ്മ കൊണ്ടുപോകാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അറ്റൻഡ് മാക്സിമം സൂം മീറ്റിംഗുകൾ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ പലപ്പോഴും നമുക്ക് സൂം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ പലരും പറയാറുണ്ട് ജോലി കാരണം വരാൻ പറ്റാറില്ല മെയിൻ മീറ്റിംഗിലൊന്നും. പക്ഷെ ഇപ്പൊ ഒരു എക്സ്ക്യൂസും പറയാനില്ല. ഇപ്പൊ എല്ലാവരും ഫ്രീ ആണ്, എല്ലാവർക്കും ഇത്ര വർക്കിംഗ് അവർ ഉള്ളോ, നല്ല 8-10 മണിക്കൂർ വർക്കിംഗ് ഉള്ളവർക്ക് ഇപ്പൊ ചുരുക്കിയിട്ട് 5 മണിക്കൂറാണ് വർക്കിംഗ് അവർ. ഇവിടെ എക്സ്ക്യൂസുകളൊന്നും പറയാനില്ല. എല്ലാവരും കമ്പൾസറി ആയിട്ട് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതുമകൾ ഒന്നും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തലിലൂടെ ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് സ്ട്രൈക്ക് ചെയ്താൽ മതി. ഈ ബിസിനസ് ഡയമണ്ട് ലെവലിലേക്ക് എത്താനല്ല, സഫയർ ലെവലിലേക്ക് എത്താൻ അത് മാത്രം മതി. അതുകൊണ്ട് തന്നെ ഒരു മീറ്റിങ്ങുകളും നിങ്ങൾ മിസ്സാക്കരുത്. കാരണം ഓരോരുത്തർക്ക് പറയാനുള്ളതിലും ഒരു വിഷൻ ഉണ്ടായിരിക്കും, അവരുടെ ജീവിതത്തിൽ കണ്ട ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ആ കാഴ്ചപ്പാടായിരിക്കും ചിലപ്പോൾ ഈ ബിസിനസ്സിൽ നിങ്ങളെ മുന്നേറാൻ ഏറ്റവും കൂടുതൽ ഉണർവ് തരും. ലാസ്റ്റ് പോയിന്റ്, പ്രൊമോട്ട് സൂം മീറ്റിംഗ്. സൂം മീറ്റിംഗിൽ കണ്ടാൽ മാത്രം പോരാ, പുതിയതായിട്ട് വരുന്ന നിങ്ങളുടെ പ്രോസ്പെക്റ്റുകളെ അതിലേക്ക് ക്ഷണിക്കുക. ആൾക്കാർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക, ചുമ്മാ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വാട്സാപ്പിൽ എല്ലാവരുടെയും കോൺടാക്ട് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. രാവിലെ എനിക്ക് ഒരു ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഒരു ഗുഡ് ആഫ്റ്റർനൂൺ, വൈകിട്ട് ഒരു ഗുഡ് നൈറ്റ്, പിന്നെ ഒരു സ്വീറ്റ് ഡ്രീംസ്, പിന്നെ ഒരു 4-5 ഉമ്മ. ഇതൊക്കെയാണ് ആകെ അയക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ മാറ്റി ചിന്തിക്കുക, എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കുക. സൂം മീറ്റിംഗിന് ലിങ്ക് അയച്ചു കൊടുക്കുക. വെറുതെ ഫോർവേഡ്, എന്തോരം മെസ്സേജുകൾ ഫോർവേഡ് ഉണ്ട്. ആഫ്രിക്കയിൽ കിടക്കുന്ന ഒരു പട്ടി വെള്ളത്തിൽ ചാടിയിട്ട് നീന്തണതിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും, വീഡിയോ അയച്ചു കൊടുക്കും.
എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? പ്രൊമോട്ട് സൂം മീറ്റിംഗ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 10 പൈസയുടെ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സൂം മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റേതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാളെ കോൺടാക്ട് ചെയ്യണം, അവരോട് പറയണം ഞാൻ രാവിലെ 8 മണിക്ക് കുളിച്ചു ഒരുങ്ങി നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കും, നിങ്ങൾ എന്റെ ഒപ്പം പോരണം, മീറ്റിംഗ് ഉണ്ട്. മിക്കതും അദ്ദേഹത്തിന്റെ കാശ് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. അവിടെ ചെല്ലുന്നു, അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നു, പെട്രോൾ ചെലവ്, കാര്യങ്ങൾ ഇഷ്ടം പോലെ. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ എന്ത് എക്സ്ക്യൂസ് ആണുള്ളത്? ഒരു എക്സ്ക്യൂസും ഇല്ല. എന്ത് എക്സ്ക്യൂസ് ആണുള്ളത്? ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമില് നമ്മൾ അഡാപ്റ്റ് ആയി, നമ്മൾ ഇവോൾവ് ആയി. ആ എവല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് ആകെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു 10 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. സൂം മീറ്റിംഗിലേക്ക് വിളിക്കുക, ആൾക്കാർ വരും, ഈ ആശയത്തെ പറ്റിയിട്ട് കേൾക്കും. അവിടെയും നിങ്ങൾക്ക് സീറോ ഇൻപുട്ട് ആണ് ആക്ച്വലി. കാരണം ഇവിടെ പറയുന്ന എല്ലാവരും ലീഡേഴ്സ്, ഭൂരിഭാഗം പേര് ലീഡേഴ്സ് ആണെങ്കിൽ ലീഡേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാതിരിക്കാൻ എന്ത് കാരണമാണ് ഉള്ളത്? ഇത് നിങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു നേരത്തെ, കേട്ടോന്ന് എനിക്ക് അറിയില്ല, നമ്മൾ ഇഷ്ടം പോലെ ഫോർവേഡുകൾ ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ മെസ്സേജുകൾ, അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജ്, കഴിച്ചോ, പല്ലേച്ചോ, കുളിച്ചോ, ഓഫീസിൽ പോയോ, തിരിച്ചു വന്നോ, ഇഷ്ടം പോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ സൂം മീറ്റിംഗ്, ഇന്ന് കഴിഞ്ഞ സൂം മീറ്റിംഗ് ഒരു ലിങ്ക് അങ്ങോട്ട് അയച്ചു വിട്ടു. എന്നും അയച്ചുകൊണ്ടിരിക്കുക. ബ്ലോക്ക് ചെയ്തോട്ടെ, കുഴപ്പമില്ല, ബ്ലോക്ക് ചെയ്താൽ കുഴപ്പമില്ല, അയച്ചുകൊണ്ടിരിക്കുക. എത്ര അയച്ചാലും നിങ്ങൾ ഒരു 10 അയച്ചു ഒരെണ്ണെങ്കിലും ആൾ കാണും. ഒരെണ്ണം കാണും. ആ ഒരെണ്ണം മതി ആൾക്ക് ക്ലിക്ക് ആവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ, അതായത് നമ്മൾ ഒരു മിഡിൽ സ്റ്റേജിൽ, ഇപ്പൊ ഒരു വൈറ്റൽ ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം, ആക്ഷൻ പ്ലാൻ ഇതാണ്. ഡിസ്പ്ലേ ബോർഡ് ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ കൊണ്ട് ഇത് ഫോക്കസ് ചെയ്യിപ്പിക്കുക, സൂം മീറ്റിംഗുകൾ എടുക്കുക മാക്സിമം. ഇപ്പൊ നമുക്ക് റെസ്ട്രിക്ഷൻ മാറി 100 ആൾക്കാരെ നമുക്ക് പങ്കെടുപ്പിക്കാനായി. ഞാൻ അത്രയൊന്നും പറയുന്നില്ല, മാക്സിമം ഒരു 20-30 അത്ര മതി. അതും സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാസ്കും ഗ്ലൗസും സാനിറ്റൈസേഴ്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, കൊറോണ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. കാരണം നമ്മുടെ ഡൽഹിയിലെ ഡൽഹിയിലെ ചീഫ് മിനിസ്റ്റർ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണയുടെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. കാരണം അവിടെ അത്രയും ബൾക്കായിട്ടുള്ള ഒരു ആൾക്കാരാണ്. അതേപോലെ തന്നെയാണ് ഇന്ന് മൊത്തം ഇന്ത്യയിലെ സ്ഥിതി. കാരണം ഇത് രൂപമാറ്റം കൊണ്ട് വരികയാണ് കൊറോണ. ഇതിനിപ്പോ ഒരു ടെമ്പററി സൊല്യൂഷൻ കിട്ടിയേക്കാം, പക്ഷെ അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. അപ്പൊ വി ഹാവ് ടു ലിവ് വിത്ത് കൊറോണയാണ് ഞാൻ വീട്ടിലിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ബോർഡ്, ഹോം മീറ്റിങ്ങുകൾ നന്നായി ഫോക്കസ് ചെയ്യുക. കാരണം ഇപ്പോഴാണ് ഹോം മീറ്റിങ്ങുകളുടെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും ഒരുങ്ങിയിരിക്കുന്നത്. ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്, ഒരു എക്സ്ട്രാ വരുമാനം കിട്ടിയിരുന്നെങ്കിൽ എന്നത്. ഇവിടെയാണ് നമുക്ക് ഹോം മീറ്റിംഗ് നടത്താനുള്ള ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ പോകുന്ന ഒരു സമയം. പേഴ്സണൽ ടാർഗറ്റുകൾ ചെയ്യുക, ഡയമണ്ട് ക്ലബ്ബ്, കമ്പനി തരുന്ന സെപ്പറേറ്റ് ടാർഗറ്റ്, പേഴ്സണൽ 1-on-1 മീറ്റിംഗുകൾ ചെയ്യുക. ആക്ടിവേറ്റ്, ടെർമിനേറ്റഡ് ആയി കിടക്കുന്ന ഐഡികൾ ഏതെങ്കിലും നിങ്ങളുടെ ടീമിൽ വരുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഒരു വേക്കപ്പ് കോൾ കൊടുക്കുക. അതായത് തിരിച്ചു വരാനുള്ള ഒരു വേക്കപ്പ് കോൾ കൊടുക്കുക. ഹോം വിസിറ്റ് വിത്ത് ഫാമിലി ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ട് പോവുക. അറ്റൻഡ് മാക്സിമം സൂം മീറ്റിംഗ്, പ്രൊമോട്ട് മാക്സിമം സൂം മീറ്റിംഗ്. പിന്നെ പ്രൊമോട്ട് യൂട്യൂബ് ലിങ്ക്സ് ആസ് പെർ കണ്ടന്റ് ആൻഡ് പീപ്പിൾ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ജോൺ ജോസഫ് സാറ് ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ചാനൽ ഇടുന്നുണ്ട്. ഈ ചാനൽ യാദൃശ്ചികമായി കണ്ടൊരു വ്യക്തിയാണ് മിനിഞ്ഞാന്ന് ജോൺ ജോസഫ് സാറിനെ കോൺടാക്ട് ചെയ്തത്. അപ്പോ ഇതാര് വേണമെങ്കിലും കാണാം. കാരണം ഗ്ലോബൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വൈഡ് നെറ്റ്വർക്ക് ആണ്. ചിലപ്പോൾ കാനഡയിലുള്ള ഒരാൾ കാണാം, അമേരിക്കയിലുള്ള ഒരാൾ കാണാം, ഓസ്ട്രേലിയയിലുള്ളവർ കാണാം, ആർക്ക് വേണമെങ്കിലും കാണാം. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക. അതിനിപ്പോ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ. പിന്നെ പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ്. പ്ലാൻ പ്രസന്റ് ചെയ്യാനുള്ള ട്രെയിനിങ് നിങ്ങളുടെ ടീം മെമ്പേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളും പ്ലാൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പ്ലാൻ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നമുക്കൊരു ഇൻപുട്ട് തരുന്ന ഒരു സംഭവം പ്ലാനാണ്. നിങ്ങൾക്ക് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞെത്തിക്കാൻ പറ്റുമെങ്കിലും ഇതിൽ വരുമാനം എങ്ങനെ കിട്ടുമെന്ന് പറയാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ബിസിനസ് മുറിയും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ പ്ലാൻ പ്രസന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കണം. പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഇടയ്ക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയെന്ന് വരാം, ന്യൂമറിക്കൽ ആയിട്ടുള്ള എറേഴ്സ് ഒക്കെ പറ്റിയെന്ന് വരാം, കുഴപ്പമില്ല, ഒരു സോറി പറഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, നമ്മൾ thoroughly നോളജബിൾ ആയിരിക്കണം പ്ലാനിനെ പറ്റി. എന്താണ് കമ്പനിയുടെ പ്ലാൻ? ഏത് രാത്രി വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ആ പ്ലാൻ പറയാൻ പറ്റണം. അത്രയും സ്ട്രോങ് ആയിരിക്കണം. അത് നിങ്ങൾ ടീം മെമ്പേഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെയുള്ളതാണ് ഡ്യൂപ്ലിക്കേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ടീം മെമ്പേഴ്സ് ആയിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡ്യൂപ്ലിക്കേഷൻ ഇസ് ദ റിസൾട്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുക. എന്തുകൊണ്ടാണെന്ന് അറിയാം? ഇപ്പൊ നമ്മൾ കാറിന്റെ ചാവി കളഞ്ഞുപോയി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ആശ്വാസമല്ലേ? അത്രേ ഉള്ളൂ. നാളെ നിങ്ങളുടെ ലീഡർ ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ ആ ലീഡർ നിങ്ങളെ കൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഒരു കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായില്ലേ?
അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി അല്ലെങ്കിൽ കാറിനൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മെയിൻ ചാവിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം, അത് തുറക്കണ്ടേ. അതേപോലെ തന്നെയാണ് ഈ ബിസിനസ്സിൽ ആര് എപ്പോ പോവും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തരും ഇതനുസരിച്ചിരിക്കും. അവർക്ക് ബിസിനസ് മനസ്സിലായാലും ചിലപ്പോൾ അവർ നിർത്തിപ്പോവും. പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവണം എന്ന് പറയുന്നത്. ഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ലീഡർ പോയി കഴിഞ്ഞാൽ നിങ്ങളും പോകും. ഓട്ടോമാറ്റിക്കലി ആ ലൈനിൽ ഒരുപാട് പ്രതീക്ഷകളായിട്ട് വന്ന ആൾക്കാർ പോകും. അങ്ങനെ ഒരു ഇടവരുത്തത്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ഇസ് എ മസ്റ്റ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. മേക്ക് അതേഴ്സ് ഇൻഡിപെൻഡന്റ്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നാളെ ഞാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജ് മറ്റൊരാൾ കൈയേറിയിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും. ഈ പറഞ്ഞ ആശയങ്ങൾ കുറച്ചും കൂടി മികവുറ്റതായിട്ട് പറയാൻ പറ്റും. ഒരുപാട് പേർക്ക് എന്നെക്കാളും നല്ല ആശയങ്ങൾ മനസ്സിൽ വരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. ആ കമ്മ്യൂണിക്കേഷൻ മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-on-1 സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോം മീറ്റിംഗിലേക്ക് എത്തിയിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്ത് നമ്മൾ പതുക്കെ ഇതുപോലെ പറയാനുള്ള ഒരു ഇതിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് പഠിക്കും, അവരും നാളെ പറയാൻ ശ്രമിക്കും, അവർക്കൊപ്പം വന്ന ആൾക്കാരും ശ്രമിക്കും. അങ്ങനെ ഈ പ്ലാൻ എന്നുള്ളത് റോക്ക് സോളിഡ് ആയിരിക്കും, പക്ക സിമെന്റ് ഇട്ട് ഉറപ്പിച്ച ഒരു ലെവലായിരിക്കും. അപ്പൊ എന്തുണ്ടായാലും അതിന് യാതൊരു തരത്തിലും കുലുക്കാൻ പറ്റില്ല. ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് നല്ലൊരു ലെവല്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ വന്ന ഒരുപാട് കൊല്ലങ്ങളായി ഇതിൽ നല്ലൊരു പ്ലാൻ, എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇപ്പൊ നല്ലൊരു വലിയൊരു ടീമിന്, ഒരു വലിയ സൈസ് ടീമിനെ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ആൾക്കാർ എന്തൊക്കെയാണ് ആക്ഷൻ പ്ലാൻ ആയിട്ട് ചെയ്യേണ്ടത്? അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോട്ട് എവരി വൺ വിൽ ആക്ച്വലി പുട്ട് ഇൻ വർക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമുക്ക് വിഷമം തോന്നും. നമ്മൾ എല്ലാവരും ഒരുപാട് പേരെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ ആരും അത്ര ചിലത് ചെയ്യില്ല. ചിലർ നന്നായി ചെയ്യുന്നവരുണ്ട്, പക്ഷെ ചിലർ ചെയ്യില്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൊണ്ടുവരുന്ന ഒരാൾ ഇത് ചെയ്യണമെന്നില്ല. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോട്ട് എവരി വൺ വിൽ ആക്ച്വലി പുട്ട് ഇൻ വർക്ക്. എല്ലാവരും വർക്ക് ചെയ്യില്ല, പക്ഷെ ആര് വർക്ക് ചെയ്യുന്നു അവർക്ക് ഫോക്കസ് കൊടുക്കാറുള്ളൂ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വലുതാവുള്ളൂ. പക്ഷെ അപ്പുറത്ത് ഒരു വർക്ക് നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ട ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നാളെ റിസൾട്ട് ആയിട്ട് വരും. ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ, അയ്യോ ഞാൻ കൊണ്ടുവന്ന ആള് വർക്ക് ചെയ്തില്ല, ഞാൻ കൊണ്ടുവന്ന ആള് ഇതായാലും എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുള്ളത്. അച്ഛനമ്മമാർക്ക് മക്കളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എല്ലാ മക്കളും അവർ വിചാരിക്കുന്ന ലെവലിലേക്ക് ഉയർന്നുമില്ല, ചില മക്കൾ ഉയരും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ അവരോടൊപ്പം നിൽക്കുക, നമുക്ക് അവർക്ക് വേണ്ട വളവും കാര്യങ്ങളും എല്ലാം കൊടുക്കുക, അവർക്ക് വേണ്ട അഡ്വൈസസ്, അവർക്ക് വേണ്ട ഇൻപുട്ടുകൾ, അവർക്ക് വേണ്ട റിസോഴ്സസ് എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒരു പക്ഷേ നാളെ അവർക്ക് കണ്ണു തുറന്നു വരാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഈ ബിസിനസ്സിൽ 13 കൊല്ലമായിട്ട് ഈ ബിസിനസിനെ പറ്റി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് അതിനുള്ള ഓരോ ഉൽപ്പന്നത്തെ പറ്റിയിട്ടും എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ, അതിനെ പറ്റിയുള്ള നോളജ്, ഇതെന്താ ചെയ്യുക, ഇതെന്തൊക്കെയാണ് നമുക്ക് എങ്ങനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുക, ഇത് ഉപയോഗിക്കാൻ, എല്ലാം എന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് തന്നെ എനിക്ക് ആസ് എ ബിഗിനർ ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇനി ലീഡ് ബൈ എക്സാമ്പിൾ, ഡോണ്ട് മാനേജ്. അതായത് എക്സാമ്പിൾ ആയിട്ട് ലീഡ് ചെയ്യുക. നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് മാറും. ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റൊരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാം, പക്ഷെ ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും മോട്ടിവേറ്റ് ആവില്ല. ഈ പറയുന്ന കാര്യങ്ങൾക്ക് ആ ഒരു നേരത്തെ മാത്രം ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ചെയ്ത് കാണിക്കുന്നവനാണ് ലീഡർ. അപ്പൊ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് ആൾക്കാർക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഒരു അമ്പ് ചെയ്ത ഒരു ഇതിലേക്ക് എത്തിച്ച് അവിടെ ആ ഒരു പോയിന്റിലേക്ക് കുത്തി അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ആക്ഷൻ മനസ്സിലാവും. ഇത് ഞാൻ വെർബലി ഒരാളോട് പറയാണ്, നമ്മൾ അമ്പ് എടുക്കണം, ഇങ്ങനെ വെക്കണം, 3 വിരൽ ഇങ്ങനെ ആക്കണം, ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആക്ഷനോടെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലീഡ് ബൈ എക്സാമ്പിൾ, ഡോണ്ട് മാനേജ്. സ്പെൻഡ് മോർ ടൈം വിത്ത് ദ ഹംഗ്രി. ഹംഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതിൽ വളരെ എന്താ പറയാ, ഭയങ്കര അഗ്രസീവായിട്ട് ഇതും കൂടെ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ വരുന്ന ആൾക്കാര് അവരെ ഫോക്കസ് ചെയ്യുക. ഗോ ഗെറ്റ്. അത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു ടാർഗറ്റ് കൊടുത്തു, ആ ടാർഗറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഫോക്കസ് ചെയ്യുക. കാരണം ഈ ബിസിനസ്സിൽ വേണ്ടത് നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്ന ആളല്ല, ഈ സ്വന്തം തലച്ചോറ് ഉപയോഗിക്കുന്ന ആളല്ല, അല്ലാതെ നല്ല രീതിയിൽ പറയുന്നത്, ലീഡർ എന്താണ് പറയുന്നത് അത് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെൻഡ് മോർ ടൈം വിത്ത് ഹംഗ്രി. എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഇപ്പൊ ഗിരീഷ് സാറൊക്കെ ഇത്രയും ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താനുള്ള കാരണം വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും ഹംഗ്രിയാണ്. അദ്ദേഹത്തിന് ഇനിയും നേടണം, ഇനിയും സ്വപ്നങ്ങൾ. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് അദ്ദേഹം പല മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഇനിയും ആഗ്രഹങ്ങൾ തീർന്നില്ല. അങ്ങനെ ആഗ്രഹങ്ങൾ തീരാത്ത ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നുള്ളത് അവരെ ഫോക്കസ് ചെയ്ത് അവരെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഒപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഈ ബിസിനസ്സിൽ ആവശ്യക്കാർ വരും, അത്യാവശ്യക്കാർ വരും. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അത്യാവശ്യക്കാരെയാണ്. ആവശ്യക്കാരെ ഫോക്കസ് ചെയ്യേണ്ടതല്ല, പക്ഷെ കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ട അത്യാവശ്യക്കാരാണ്. കാരണം അവർക്ക്
ഇത് തന്നെയുള്ളൂ ലാസ്റ്റ് ബസ്. ആവശ്യക്കാർക്ക് ഒരു 2 ലൈൻ ഉണ്ടാവുമായിരിക്കും, ഒരു ജോബ് ഉണ്ടായിരിക്കും, ഒരു എക്സ്ട്രാ ഇൻകത്തിന് ഒരു വഴി ഉണ്ടായിരിക്കും. പക്ഷെ ഇത് അഗ്രസീവായിട്ട് ആര് ചെയ്യുന്നു അവരുടെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. മേക്ക് ദം സ്പെൻഡ് ഓൺ പ്രോഫിറ്റ് പ്രൊഡ്യൂസിങ് ആക്ഷൻസ്. അതായത് ചുമ്മാ കുറെ ഇങ്ങനെ ഓരോ ആൾക്കാരോട് എല്ലാ പ്രോസ്പെക്ടറോടും പറഞ്ഞ അങ്ങനെ ഇതാവരുത്. അവർക്ക് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് പേരുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കുക. അതായത് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് നമ്മളായിട്ട് ഒരു 2-3 വട്ടം കൊടുത്താൽ, ഇപ്പൊ നമുക്കൊരു പ്രോസ്പെക്ടിനെ കിട്ടി, നമ്മൾ എപ്പോഴും പറയുന്നത് ഡെപ്ത് വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡെപ്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ 2-3 പേരുകൾ നമുക്ക് കിട്ടും. അതിൽ 2-3 പേര് നമ്മൾ അവർക്ക് റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കൊടുത്തു അത് നാച്ചുറലി അവരുടെ ഒരു മോട്ടിവേഷൻ കൂട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് അത് കുറച്ചും കൂടി ഒരു പിൻബലം തരാൻ സഹായകരമായിരിക്കും. അടുത്തത്, വേർ ഈസ് ദർ ബിഗ്ഗസ്റ്റ് ഹാങ് ഔട്ട്? നിങ്ങളുടെ ടീമിൽ വരുന്ന ആൾക്കാർക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത്? മെയിൻലി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ 3 സ്ഥലത്താണ് ബുദ്ധിമുട്ടുകൾ വരിക. 1, ഇൻവൈറ്റിംഗ്, ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2, ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പല ബിസിനസ് മീറ്റിങ്ങുകളും കൊളാപ്സ് ആവുന്നതിന്റെ മെയിൻ കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മള് എല്ലാം ഇതാക്കി വെടിക്കെട്ടിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കി വെടി കത്തിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ഇത് കത്തിച്ചില്ലെങ്കിൽ തീർന്നില്ലേ പരിപാടി. അപ്പൊ അതാണ് ഫോളോ അപ്പ് എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് അത് സീൽ ചെയ്യുന്ന ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ സീൽ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. നമ്മളൊരു കോൺട്രാക്ട് ഉണ്ടാക്കി, ഒരു 10-14 പേജിന്റെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു കാര്യം ഒരു ബിസിനസ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സെല് ചെയ്യാനോ വേണ്ടിയിട്ട് ഒപ്പിട്ടില്ലെങ്കിൽ തീർന്നില്ലേ. ആ അവസാനത്തെ സിഗ്നേച്ചർ ആണ് ഫോളോ അപ്പ് എന്നുള്ളത്. ആൻഡ് ക്ലോസ്. ആ ഫോളോ അപ്പിന്റെ ഒപ്പം അത് എങ്ങനെ ക്ലോസ് ചെയ്യും? ഈ 3 കാര്യങ്ങളാണ് ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ട്രബിൾ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു ട്രബിൾ. അത് മാറ്റി കൊടുക്കാൻ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അവരെ ട്രെയിൻ ചെയ്യണം. എങ്ങനെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യണം. ചിലപ്പോൾ ചിലർ പറയണേക്കാം ഇത് ആമെ പോലെ ഒന്നല്ല. അത് അവിടെ പറയേണ്ട ആവശ്യം എന്താ? അവിടെ പറയേണ്ട ആവശ്യം എന്താ? അത് നമ്മൾ പറയേണ്ടത് നമ്മളെ ബിസിനസിനെ പറ്റിയിട്ടാണ്. അല്ലാതെ ഒരു നാനോ സെക്കൻഡിന് പോലും വേറൊരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അഫ്കോഴ്സ് ഒരു ലോങ് സെക്ഷൻ മീറ്റിംഗ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ മീറ്റിംഗ് നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമ്പാരിസൺ സ്റ്റഡിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ആളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഡയറക്ട്ലി നമ്മളായിട്ട് അങ്ങോട്ട് ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇൻവിറ്റേഷൻ, രാജൻ സാർ ക്ലാസ്സുകളിൽ പറഞ്ഞത് 90 സെക്കൻഡിനുള്ളിലായിരിക്കണം ഇൻവിറ്റേഷൻ. അത് വളരെ ക്രിസ്പ് ആയിരിക്കണം. അവരെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം എന്നത് ടീം ലീഡർ പ്രോപ്പർ ആയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, എങ്ങനെ ക്ലോസ് ചെയ്യണം. കാരണം ടീം ലീഡർ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല, അപ്പോൾ ടീമിന്റെ താഴെ വരുന്ന ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യും. ഇതെന്താ വെച്ചാൽ ഒരാളോട് പോയി ബിസിനസ് പ്ലാൻ പറയും, ഇവിടെ ചെന്ന് ബിസിനസ് പ്ലാൻ പറയും, ഇവിടെ ചെന്ന് ബിസിനസ് പ്ലാൻ പറയും. എല്ലാം കഴിഞ്ഞു തികഞ്ഞു പൂർണ്ണമായി അവിടെ ഇരിക്കും. അവിടെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സും ഇരിക്കും. അത്രേ ഉള്ളൂ. ആ ഫോളോ അപ്പ് ചെയ്യണം. ആ ഫോളോ അപ്പ് ചെയ്യാത്തോളം കാലം അതിനൊരു റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു, നിങ്ങൾ എക്സാം ചെന്ന് എഴുതിയാലല്ലേ നിങ്ങൾക്ക് അതിന് റിസൾട്ട് കിട്ടുള്ളൂ. എക്സാം എഴുതാതെ എങ്ങനെ ഇവാലുവേഷൻ നടത്തുക? അതുപോലെയാണ് ഫോളോ അപ്പ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടായോ എന്നറിയാനുള്ള ഒരു ടൈം, അല്ലെങ്കിൽ ഒരു ഫ്രെയിം, അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ആണ്, അടുത്ത സെഗ്മെന്റ് ആണ് ഫോളോ അപ്പ് എന്നുള്ളത്. ആ ഫോളോ അപ്പിൽ ചെന്നാൽ നമുക്കറിയാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് ഈ ബിസിനസിന്റെ കുറച്ചും കൂടി ഒരു വലിയ പിക്ചർ കാണിച്ചു കൊടുക്കുക. എന്താണ് ഈ ബിസിനസ് ആക്ച്വലി, ഇതിന്റെ ഒരു സാധ്യത എന്താണെന്നുള്ളത് കുറച്ചും കൂടി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്യുക. ആ ക്ലോസിംഗ് ആണ് ആ ഡീല് സൈൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഡീല് ക്ലോസ് ചെയ്യുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ പെർഫെക്റ്റ്ലി പറയാൻ, അല്ലെങ്കിൽ അവരെ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അലോ ഹോണസ്റ്റി. നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഹോണസ്റ്റ് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് എന്തും പറയാനുള്ള ഒരു ഫ്രീഡം നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആക്കിയിട്ട് മാറ്റുക. ഇപ്പൊ പല കേസുകളിലും ലീഡേഴ്സ് ഇത്തിരി ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിരിക്കും. സ്ട്രിക്റ്റ് ആവണം അല്ല എന്നുള്ളതല്ല, പക്ഷെ ആ സ്ട്രിക്ട്നെസ്സിന് കാരണം ഒരിക്കലും ഒരു പ്രോസ്പെക്ടിന് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു അവസരം ഇല്ലാതെ ആക്കാൻ പാടില്ല. നമ്മൾ സ്ട്രിക്റ്റ് ആവണം, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അവരോടൊപ്പം വളരെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഏതൊരു സമയത്തും അവർക്ക് ഏതൊരു ബുദ്ധിമുട്ടും ആയിട്ട് നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഓക്കെ ഇങ്ങനെയാണ്, ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ജോബുകളിൽ, നമ്മൾ ചെയ്യുന്ന പല ജോബുകളിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇല്ല. പക്ഷെ ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ അത്തരത്തിലൊരു അന്തരീക്ഷം കൊണ്ടുവരാനാണ് TC ചാപ്രജി പറയുന്നത്. ആ ഒരു ഫ്രണ്ട്ലിനെസ്, നമ്മൾ ഒരാളെ ബെനിഫിറ്റ് ചെയ്യാണ് അല്ലെ, നമ്മൾ ഒരാളെ ബെനിഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബെനിഫിറ്റഡ് ആവും. അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം, അത്തരത്തിലൊരു എൻവയോൺമെന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അവസാനത്തെയാണ് പ്രൂഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡൗൺലൈൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ. ഞാൻ കുറച്ച് അഡ്വൈസുകൾ കൊടുക്കും, ഞാൻ കുറച്ച് ടാർഗറ്റുകൾ, അതായത് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ 2 ആഴ്ച നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്തോ ഇല്ലേ എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു
പ്രൂഫ്, അതായത് ഒരു ഡോക്യുമെന്റേഷൻ, ഇത്ര കാര്യങ്ങൾ ചെയ്തു, ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു പ്രൂഫ് നിങ്ങൾ ആ വീക്കെൻഡ് ആകുമ്പോൾ തരാൻ പറയണം. അതാണ് പ്രൂഫിങ് എന്നുള്ളത്. ഇനി കോമൺ ആയിട്ട് ഈ പറഞ്ഞ 3 കാറ്റഗറി, ഞാൻ ബിഗിനർ പറഞ്ഞു, ഇന്റർമീഡിയറ്റ് പറഞ്ഞു, അഡ്വാൻസ്ഡ് പറഞ്ഞു, ഇവരെല്ലാവർക്കുമുള്ള സോ ഞാൻ 3 സെഗ്മെന്റുകളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ബിഗിനർ പറഞ്ഞു, ഇന്റർമീഡിയറ്റ് പറഞ്ഞു, അഡ്വാൻസ്ഡ് പറഞ്ഞു. ഇതാണ് ഈ 3 സെഗ്മെന്റിലുള്ള ആൾക്കാരും ഫോളോ ചെയ്യുന്ന ആക്ഷൻ പ്ലാൻ. ഈ ആക്ഷൻ പ്ലാൻ കേട്ട് ഇപ്പോ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൂം ലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ സുഖസുന്ദരമായിട്ട് കിടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ആക്ഷൻ പ്ലാൻ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അത് വെറും ഒരു പ്ലാനിങ് ആയിട്ട് മാറിപ്പോകും. ഇത് ആക്ഷൻ പ്ലാൻ ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ. അതിനാദ്യം എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് തുടങ്ങുക. നാളെ ഉണ്ടോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് എങ്ങനെയായിരിക്കും അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആലോചിക്കുക. കാരണം പലരും എന്തുണ്ടാവും വെച്ചാൽ ആലോചിക്കും. ഇപ്പൊ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അവര് പറയും ഞാൻ അത് ആലോചിക്കട്ടെ. അങ്ങനെ ആലോചിച്ചവരാണ് ഇന്ന് ടെർമിനേറ്റഡ് ഐഡിയ ആയിട്ട് വീട്ടിലിരിക്കുന്നവര്. അങ്ങനെ ആൾക്കാരാണ് ഇന്ന് വിചാരിക്കുക, അയ്യോ ഞാൻ ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യും, ഞാൻ എങ്ങനെ അവന്റെ അടുത്ത് പോയി ചോദിക്കും, എനിക്കൊരു എക്സ്ട്രാ എനിക്ക് ആവശ്യമുണ്ട്, ഇതൊരു ഐഡിയ തരുമോ എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ പോയി. അതുകൊണ്ട് ആദ്യം തുടങ്ങുക, പിന്നെ ചിന്തിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിച്ച കാര്യത്തെ ഒന്ന് വിലയിരുത്തുക. എങ്ങനെയുണ്ട്, ഞാൻ ഈ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് ഞാൻ നടപ്പിലാക്കുക, അതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇത് ഞാൻ എങ്ങനെ അതിലേക്ക് എത്തും. അത് കഴിഞ്ഞൊന്ന് ശ്രമിക്കുക. നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്നും ശരിയാവില്ല. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇവിടെ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സയന്റിസ്റ്റും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കില്ലേ? നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ശരിയാവോ? ഇല്ല. ട്രൈ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ശ്രമിക്കുക. ശ്രമിച്ചാൽ നമുക്കറിയാം നമ്മൾ ഏത് പോയിന്റിലാണ് നിൽക്കുന്നതെന്നുള്ളത്. അത് കഴിഞ്ഞ് ഒന്നും കൂടി ചെയ്യുക, ഡു. എന്നിട്ടും ശരിയാവില്ല, ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും. പക്ഷെ എന്നാലും മുന്നേ ട്രൈ ചെയ്തതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിരിക്കും. വീണ്ടും ചെയ്യുക, ഡു അഗെയിൻ, കീപ് ഓൺ ഡൂയിങ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സക്സസ്. ഡു അൺടിൽ ഇറ്റ് ബിക്കംസ് യുവർ ഹോബി. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹോബി ആവുന്നത് വരെ അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഇത് ബിസിനസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറും. ഇന്ന് ഡോക്ടർ രാജൻ സാറിനോ അല്ലെങ്കിൽ മൂർത്തി സാറിനോ അല്ലെങ്കിൽ ഗിരീഷ് സാറിനോ നോബൽ സാറിനോ ചന്ദ്രൻ സാറിനോ ഇവർക്കൊന്നും ഇതൊരു ബിസിനസ് അല്ല. ഇവർ വർക്ക് ചെയ്യൊന്നല്ല. ഇത് ഇവരുടെ ഹോബിയാണ്. രാവിലെ എന്നിട്ട് ആശയം ചെയ്യണം, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മളെ എന്നിട്ട് അയ്യോ രാവിലെ എന്നിട്ട് ടീമിൽ അങ്ങനെയല്ല. അവർ രാവിലെ എന്നിട്ട് ആശയം ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നാളെ പോയി കാണണം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അവർക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇത് അവരുടെ ഹോബി ആയിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഹോബി ആയി കഴിഞ്ഞാൽ, ആശയം എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഹോബി ആയി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന കാശിനെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ആദ്യം ചിന്തിക്കാതിരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ പോയി. നിങ്ങളൊരു 3 മണിക്കൂറിന്റെ ഒരു എക്സാമിൽ നിങ്ങൾ ചിന്തിക്കാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പോയി. ചിന്തിക്കേണ്ടത് എപ്പോഴായിരുന്നു അറിയോ? 1 മാസം മുന്നേ അതിനു വേണ്ടി പ്രോപ്പർലി പ്രിപ്പയർ ചെയ്ത് ചിന്തിച്ചിരുന്ന് കാര്യങ്ങൾ നീക്കണമായിരുന്നു. അല്ലാതെ എക്സാം ഹാളിൽ ഇരുന്നിട്ടല്ല ചിന്തിക്കുക. ഇപ്പോ 2020 എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സാം ഹാളാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കരുത്. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്ത് കാണിക്കുക. എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ആദ്യം കൂടെ ഒരു തറക്കല്ലങ്ങൾ ഇടുക. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തൊക്കെയാ ചിന്തിക്കാനുള്ള വെച്ചാൽ ചിന്തിക്കുക. എന്നിട്ട് ചിന്തിക്കുക, അതിനെ വിലയിരുത്തുക, അത് പ്രോപ്പർലി പ്ലാൻ ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്യുക, ശരിയാവില്ല വീണ്ടും ചെയ്യുക, ഡു അഗെയിൻ ആൻഡ് കീപ് ഓൺ ഡൂയിങ് അഗെയിൻ. ഇതാണ് ആക്ഷൻ പ്ലാൻ എന്നുള്ളത്. ഈ പ്ലാൻ മാത്രമായിട്ട് ഇത് ഒതുങ്ങാതിരിക്കട്ടെ. നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ ഉടനെ ശുഭശീഘ്രം ഒരു പ്ലാൻ റെഡിയാക്കിക്കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ആ ഒരു എക്സിക്യൂഷനിലൂടെ നിങ്ങളുടെ ഈ മാസത്തെ സെപ്റ്റംബർ മാസത്തെ ടാർഗറ്റിലേക്ക് അതിവേഗത്തിൽ നിങ്ങൾക്ക് കുതിച്ചുയരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ ഈ ഒരു ചെറിയ സെഷൻ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഒപ്പം തന്നെ നാളെ ഒരു പുതിയ പുലരി, ആ ഒരു പുലരിയുടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾക്ക് ഒരു ഉണർവ് വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ ക്ലോസ് ചെയ്യാണ്. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം, ആൻഡ് താങ്ക് യു നോബൽ സാർ.